വൈശാഖ മഹോത്സവത്തിനോട് വിട ചൊല്ലാൻ ഒരുങ്ങി അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. ഒരു മാസം നട തുറക്കുന്ന അക്കരെ കൊട്ടിയൂരും 11 മാസം നട തുറക്കുന്ന ഇക്കരെ കൊട്ടിയൂരും സവിശേഷതകൾ ഒന്നാണ്. അക്കരെ കൊട്ടിയൂർ തൊഴാൻ ഏറ്റവും നല്ലത് വെള്ള വസ്ത്രം ധരിച്ച് ഈറനോടെ തൊഴുക എന്നതാണ്. കാണിപ്പണം കയ്യിൽ പിടിച്ച് ബാവലിപ്പുഴയിൽ മുങ്ങി ഓം നമഃശിവായ മന്ത്രം ജപിച്ച് ഈ വഴിയിലൂടെ നടന്ന് നമ്മൾ എത്തുന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ്. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ഈ അക്കരെ കൊട്ടിയൂർ അമ്പലത്തിന്റെ വർണ്ണശാലകളും കയ്യാലകളും വൈശാഖ മഹോത്സവത്തിന് മാത്രമായി കെട്ടിയുണ്ടാക്കുന്നതാണ്. വെള്ളത്തിലൂടെ ചുറ്റി ഭഗവാനെ തൊഴുമ്പോൾ ഉണ്ടാവുന്ന പോസിറ്റീവ് വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വസ്ത്രങ്ങൾ മാറി നമ്മൾ നേരെ പോകുന്നത് ഇക്കരെ കൊട്ടിയൂർ അമ്പലത്തിലേക്കാണ്. 11 മാസം നട തുറക്കുന്ന ഈ അമ്പലം ഒരു മാസത്തേക്ക് നട അടഞ്ഞു കിടക്കും. അതിനുശേഷം നമ്മൾ കളിപ്പാട്ടങ്ങളും മറ്റു പർച്ചേസുകളുമായി 1 കിലോമീറ്റർ നീളുന്ന ഒരു വർണ്ണ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രസാദം എന്നറിയപ്പെടുന്ന ഈ ഓടപ്പൂവാണ്. തിരിച്ചു വരുമ്പോൾ പറശ്ശിനി മുത്തപ്പനെയും കണ്ടുവരണമെന്നാണ് ഐതിഹ്യം. നോമ്പ് മുറിച്ച് ഞങ്ങൾ നേരെ പോയത് മുഴുപ്പിലങ്ങാട് എന്ന ബീച്ചിലേക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ട്. അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.